ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബിൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അത് കുറച്ച് ആളുകൾക്കൊക്കെ അത് എനേബിൾ ആയിട്ടുണ്ട്. എന്നാൽ ഈ അപ്ഡേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറക്കും, അതായത് നല്ല ഗ്രോത്തിലേക്ക് പോകും എന്നുള്ളതിന് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ഇപ്പോൾ ബീറ്റ വേഷൻ്റെ അകത്ത് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഓൾറെഡി തന്നെ തമ്പനെയിൽ കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയ്ക്ക് വരാൻ പോകുന്ന ഗ്രോത്തിനെ കുറിച്ച് ഓൾറെഡി തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തമ്പനെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്? യൂട്യൂബിൻ്റെ എവിടെ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ എവിടെ ടൈറ്റിലോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് തമ്പനെയിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു വ്യൂവർ കയറി ആദ്യം നോക്കുന്നത് നമ്മുടെ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയോ പെർഫോമൻസോ നമ്മുടെ പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ 4K റെസൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ എത്ര ലക്ഷക്കണക്കിന് രൂപ നമ്മൾ അവിടെ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലേക്കല്ല ആരും വന്ന് നോക്കുന്നത്. നമ്മുടെ തമ്പനെയിലാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിലേക്ക് വ്യൂസും സബ്സ്ക്രൈബറും വരുന്നതിന് വളരെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് തമ്പനെയിൽ തന്നെയാണ്. എന്നാൽ യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ തമ്പനെയിൽ മൾട്ടിപ്പിൾ തമ്പനെയിൽ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിലേക്ക് വ്യൂസും സബ്സ്ക്രൈബറും കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ തമ്പനെയിൽ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ, യൂട്യൂബ് ചാനലിൽ ഈ ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ യൂട്യൂബ് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവരേക്കാളും മുമ്പിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനും സാധിക്കും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് സബ്സ്ക്രൈബറും വ്യൂസും കുറവാന്ന് പറഞ്ഞ നിരവധി കമൻസുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ ചെയ്തും കമൻറ്റ് ചെയ്തും ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ചെയ്തും നമ്മൾ മടുക്കുകയാണ്. കാരണം നിരവധി വീഡിയോസിൽ നിരവധി കമൻസുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിടുന്ന കമൻസിന് റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഐഡിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. യൂട്യൂബിൻ്റെ അകത്തുള്ള കമൻസുകളെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സമയം കിട്ടില്ലെങ്കിലും മാക്സിമം ഒരു 100% എല്ലാ റിപ്ലൈകൾക്കും അല്ലെങ്കിൽ എല്ലാ കമൻസിനും തിരിച്ച് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറേ ആളുകളുടെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഐഡിയും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ വന്ന് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ കുറവായിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്റർ അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബർ ഇല്ല എന്നുള്ളൊരു പ്രശ്നം. അല്ലെങ്കിൽ ഒരു ചെറിയ ചാനലുള്ള ഒരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്ററിന് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാടാണ് നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബർ ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യൂട്യൂബ് അവരുടെ ഇടുന്ന വീഡിയോയ്ക്ക്, അതായത് നമ്മളിടുന്ന വീഡിയോയ്ക്ക് കുറച്ചും കൂടെ ക്ലിക്ക് ത്രൂ റേറ്റ്, അതായത് നമ്മളിടുന്ന വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലിക്ക് വരുന്നത് നമ്മുടെ തമ്പനെയിൽ കണ്ടാണ്. അപ്പോൾ ഈ തമ്പനെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോ ഗ്രോ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ കൊണ്ടുവരാം എന്നുള്ളൊരു അടിപൊളി അപ്ഡേഷനാണ് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് മൾട്ടിപ്പിൾ തമ്പനെയിൽ നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ തമ്പനെയിൽ യൂട്യൂബിലേക്ക്, അതായത് യൂട്യൂബ് വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരേ സമയം യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു സിംഗിൾ വീഡിയോയ്ക്ക് മൾട്ടിപ്പിൾ തമ്പനെയിൽ ആഡ് ചെയ്തുകൊണ്ട് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ മൾട്ടിപ്പിൾ തമ്പനെയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ മൾട്ടിപ്പിൾ തമ്പനെയിൽ ഉപയോഗിച്ചുകൊണ്ട്, അതായത് 3 തമ്പനെയിൽ ഈ ഒരു സിംഗിൾ വീഡിയോ റൺ ചെയ്യും. അപ്പോൾ മറ്റൊരാളുടെ ഹോം പേജിലേക്ക് ഡിഫറൻറ്റ് രീതിയിലുള്ള തമ്പനെയിലായിരിക്കും നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ആകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ്, അതായത് CTR ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏത് തമ്പനെയിലാണോ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന തമ്പനെയിലിൽ ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടുന്ന തമ്പനെയിൽ ഏതാണോ ആ തമ്പനെയിൽ യൂസ് ചെയ്തുകൊണ്ട് പിന്നീടുള്ള വ്യൂസ് നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് പിന്നീടുള്ള വ്യൂസിന് വേണ്ടി ആ ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടിയ തമ്പനെയിൽ നമ്മുടെ വീഡിയോയ്ക്ക് പിന്നീട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുകയും അതിൽ നിന്ന് നമുക്ക് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ കൊണ്ടുവരാൻ സാധിക്കും. യൂട്യൂബിൻ്റെ ഏറ്റവും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. കാരണം ഇത് ഇപ്പോൾ നമുക്ക് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. കാരണം യൂട്യൂബിൻ്റെ വരാൻ പോകുന്ന, അതായത് ജൂലൈ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും നമുക്കത് വരാൻ സാധിക്കും. കാരണം ഇപ്പോൾ ബീറ്റ വേർഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് സക്സസ്ഫുൾ ആണെന്നാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ. കാരണം നിരവധി യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ വ്യൂസ് വരുന്നില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തുടക്കക്കാരെന്നായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് ഇവർ അപ്ലോഡ് ചെയ്യുന്ന ചില വീഡിയോസിന് എത്ര ദിവസം കഴിഞ്ഞാലും വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ വരുന്നില്ലെന്ന് പറഞ്ഞ് എല്ലാവർക്കും സംശയമാണ്. എന്തുകൊണ്ടാണ്? ഞാനിടുന്ന കണ്ടന്റ് ആണോ, അല്ലെങ്കിൽ ക്യാമറയുടെ ആണോ, ക്വാളിറ്റിയുടെ ആണോ, പ്രസൻറ്റേഷൻ്റെ ആണോ, എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് വ്യൂസ് വരുന്നില്ല. ഈ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ചാനലിലേക്ക് വ്യൂസും സബ്സ്ക്രൈബറും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ, നമ്മൾ സാധാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3 തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക.
അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും നമ്മൾ തമ്പനെയിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ 3 തമ്പനെയിലും മൾട്ടിപ്പിൾ തമ്പനെയിലും സെലക്ട് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനും ടൈറ്റും എല്ലാം നമ്മൾ സിംഗിളായിട്ട് തന്നെ കൊടുക്കുക. ഈ മൾട്ടിപ്പിൾ ആയിട്ട് തമ്പനെയിൽ, അതായത് നമ്മൾ തമ്പനെയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് 3 തമ്പനെയിൽ സെലക്ട് ചെയ്യുക എന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ 2-3 ദിവസം വെയിറ്റ് ചെയ്യുക. 2-3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഏത് യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടിയ വീഡിയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടിയ വീഡിയോ ഏതാണെന്ന് നമുക്ക് നമ്മുടെ വീഡിയോ എടുത്ത് പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം, അത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടിയ വീഡിയോയുടെ അല്ലെങ്കിൽ തമ്പനെയിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഞാനിപ്പോൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈഡിൽ പ്ലേസ് ചെയ്യുക. അതായത് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് അല്ലെങ്കിൽ വീഡിയോയുടെ പെർഫോമൻസ് എങ്ങനെ കാണാമെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി തന്നെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. തമ്പനെയിലൂടെ എങ്ങനെ നമുക്ക് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടും എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് തമ്പനെയിലൂടെ നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂസ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ യൂസ് ചെയ്ത തമ്പനെയിൽ ഉപയോഗിച്ചുകൊണ്ട് എത്ര വ്യൂസ് അല്ലെങ്കിൽ എത്ര ഇംപ്രഷൻ നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്നതുപോലത്തെ വെറൈറ്റി അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.